നമസ്കാരം, മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ പോലീസും DYFI പ്രവർത്തകരും ചേർന്ന് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് KPCC ആഹ്വാനം പ്രകാരം വിവിധ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തി. ബൈക്ക് മോഷ്ടിച്ചയാളെ മോഷണം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ പോലീസ് പിടികൂടി കോടതിയിൽ ഹാജരാക്കി. തിരൂർ NSS സ്കൂളിന് സമീപം മുഹമ്മദ് ഷെർബിനെയാണ് എടക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. വഴിക്കടവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഴിമതിയിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് ഓഫീസിലേക്ക് CPIM വഴിക്കടവ് മരുത ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് നടത്തി. മുൻമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ആര്യാടൻ മുഹമ്മദിനെ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം കൌൺസിൽ യോഗത്തിൽ അധിക്ഷേപിച്ചുവെന്നാരോപിച്ച് നഗരസഭാ പ്രതിപക്ഷ കൌൺസിലർമാർ രംഗത്ത്. അധിക്ഷേപം തുടർന്നാൽ ശക്തമായി നേരിടുമെന്ന് മുന്നറിയിപ്പ്. ആദിവാസികളെ വംശീയമായി ഇല്ലായ്മ ചെയ്യാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുവെന്ന് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് CK ജാനു. നട്ടെല്ലുള്ള വകുപ്പും മന്ത്രിയും സർക്കാരും ഇല്ലാത്തതുകൊണ്ടാണ് ആദിവാസികൾക്ക് അർഹതപ്പെട്ട ഭൂമിക്കായി സമരം ചെയ്യേണ്ടി വന്നതെന്നും CK ജാനു. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ പോലീസും DYFI പ്രവർത്തകരും ചേർന്ന് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് KPCC ആഹ്വാനപ്രകാരം നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയും ചാലിയാർ മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. പ്രതിഷേധ മാർച്ച് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു. KPCC ആഹ്വാനപ്രകാരം നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയും ചാലിയാർ മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. പ്രതിഷേധ മാർച്ച് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു. ഒരു കൂട്ടർ കരിങ്കൊടി പ്രതിഷേധം നടത്തിയാൽ ആഹാ, എന്നാൽ മറ്റൊരു കൂട്ടർ കരിങ്കൊടി പ്രതിഷേധം നടത്തിയാൽ ഓഹോ. അതാണ് പോലീസിന്റെ നിലപാട്. ചില ആളുകൾക്ക് എല്ലാ സംരക്ഷണവും, ചില ആളുകൾക്ക് വലിയ രീതിയിലുള്ള സഹായവും സ്നേഹവും. പ്രിയപ്പെട്ടവരെ, പോലീസിനാകെ അപമാനമായിക്കൊണ്ട് കഴിഞ്ഞ ദിവസമാണ് യൂണിവേഴ്സിറ്റിയിൽ SFIയുടെ കിങ്കരന്മാർ, ഞാൻ അവരൊരിക്കൽ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, പൊറാട്ട് നാടകമാണ് ഇവിടെ നടന്നത്. ആ പൊറാട്ട് നാടകം നടത്തിയിട്ടുള്ള SFIക്കാരെ ലാളിച്ചുകൊണ്ട് കൈപിടിച്ച് സ്നേഹത്തോടുകൂടി മിഠായി കൊടുത്ത് വെള്ളം കൊടുത്ത് സ്വീകരിച്ച് അറസ്റ്റ് ചെയ്യുന്ന ഒരു ചിത്രം ഞാൻ നിങ്ങൾ കണ്ടു. പ്രിയപ്പെട്ടവരെ, SFI എന്തിനാ സമരം നടത്തിയത്? ആർക്കെതിരെ സമരം നടത്തിയത്? ഗവർണർക്കെതിരെ. എന്താ ഗവർണർ ചെയ്തത്? ഗവർണറെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷേ ഇവിടെ ഒരു ടോം ആൻഡ് ജെറി കളിയല്ലേ നടക്കുന്നത്. ഒരു ഭാഗത്ത് പിണറായി വിജയൻ, മറുഭാഗത്ത് ഗവർണർ. ഇവർക്ക് ഈ സമരത്തിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ ഗവർണറെ തിരിച്ചു വിളിക്കാനുള്ള കഴിവും പ്രാപ്തിയുമുള്ള ഒരു സർക്കാർ ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ സാധ്യമാകുമായിരുന്നല്ലോ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ പിണറായിയുടെ പോലീസും പ്രത്യേകം തയ്യാറാക്കി നിർത്തിയ ഗുണ്ടകളും ചേർന്ന് നരനായാട്ട് നടത്തിയത് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും കണ്ടതാണ്. നിരവധി പ്രവർത്തകരെയാണ് കള്ളക്കേസിൽ കുടുക്കിയത്. ആഭ്യന്തരമന്ത്രി ഇത്തരം ക്രിമിനൽ കേസ് പ്രതികളെ കയറൂരി വിടുകയും പ്രോത്സാഹിപ്പിക്കുകയുമാണ്. ഇത്തരം ജനാധിപത്യ നടപടികൾക്കെതിരെ കേരളത്തിൽ 546 പോലീസ് സ്റ്റേഷന് മുൻപിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തെ നിലമ്പൂർ പോലീസ് തടഞ്ഞു. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തല്ലുമുണ്ടായി. Mira,
വലയം ഭേദിച്ച് പ്രവർത്തകർ സ്റ്റേഷനിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ നേതാക്കൾ ശാന്തരാക്കി. തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് ഉപരോധിച്ചു. മുനിസിപ്പൽ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു. ചാലിയാർ മണ്ഡലം പ്രസിഡന്റ് സുരേഷ് തോണിയിൽ സ്വാഗതം പറഞ്ഞു. എ ഗോപിനാഥ് മുഖ്യ പ്രഭാഷണം നടത്തി. എം കെ ബാലകൃഷ്ണൻ, പി ടി ചെറിയാൻ, സിക്കന്ദർ മൂത്തേടത്ത്, ഉമ്മർ കോയ, ആസിഫ് TMS, എ പി അർജുൻ, സൈഫു എനാദി, ഡെയ്സി ചാക്കോ, സാലി ബിജു, ശ്രീജ, റസിയ, പട്ടിക്കാടൻ ഷാനവാസ്, നജീബ്, ബാബു കലായ് എന്നിവർ സംസാരിച്ചു. റോഡ് ഉപരോധിച്ച റനീഷ് കാവാട്, നിസാർ ആലങ്ങൽ, ഷംസീർ പാത്തിപ്പാറ, ഫിറോസ് ചാന്തക്കുന്ന്, ഷഫീഖ് മണലോടി, ഷിബു പുത്തൻവീട്ടിൽ, സലീം മുക്കട്ട, പർവീസ് ചന്തക്കുന്ന് എന്നിവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ പോലീസും DYFI പ്രവർത്തകരും ചേർന്ന് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഴിക്കടവ് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബീന ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പോലീസ് തൊടില്ല എന്ന് കാണുമ്പോൾ ആർജവം ഉണ്ടാകുന്ന SFIക്കാരോ DYFIക്കാരോ അല്ല കോൺഗ്രസിനകത്തുള്ളത്. ഏത് തല്ലിലാണെങ്കിലും ഒതുങ്ങാത്ത നമ്മൾ ബ്രിട്ടീഷുകാരോട് എതിരിട്ടുകൊണ്ട് ഇവിടെ ഒരു ജയം നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ വിജയം നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ, സ്വാതന്ത്ര്യം നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഇനിയും കോൺഗ്രസ് ഉണ്ടാവും. ഞങ്ങളെ ഒതുക്കാമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട, നടക്കുന്ന കാര്യമില്ല. കോൺഗ്രസിന്റെ ആർജവം നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപ്പാടം അധ്യക്ഷത വഹിച്ചു. സി രാമകൃഷ്ണൻ, ജോണി പിട്ടാപ്പിള്ളിൽ, സുകുമാരൻ, PT ഉസ്മാൻ, ഷിഹാബ് പുലിയഞ്ചാലി, അനീഷ് PK, കുഞ്ഞു CP, ജാഫർ തൊട്ടിയിൽ, ബിജു ഊറ്റാഞ്ചേരി, കുഞ്ഞച്ചൻ മണിമൂളി, അജ്മൽ, റാഫി നരോക്കാവ്, രാജീവ് പുന്നക്കൽ എന്നിവർ സംസാരിച്ചു. ജനാധിപത്യ സമരങ്ങളെ അടിച്ചമർത്തുന്ന പിണറായി സർക്കാരിന്റെ പോലീസ് DYFI ഗുണ്ടകളുടെ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് എടക്കര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടക്കര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് DCC പ്രസിഡന്റ് VS ജോയ് ഉദ്ഘാടനം ചെയ്തു. ഈ ആഡംബര യാത്ര, ഈ അശ്ലീല യാത്ര കേരളത്തിലെ ജനങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ് എന്ന ന്യായമായ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്. ഈ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഞങ്ങൾ ഒരു പ്രതിഷേധ ശബ്ദവും ഉയർത്തിയിട്ടില്ല. കാസർഗോഡ് കഴിഞ്ഞ് കണ്ണൂരിലെത്തിയപ്പോ കല്യാശ്ശേരിയിൽ ഈ ജാഥ വന്നപ്പോഴാണ് കറുത്ത വസ്ത്രം ധരിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ഒരു സഹോദരി മഹിത മോഹൻ എന്ന് പറയുന്ന പെൺകുട്ടി റോഡിലൂടെ നടന്നു പോയപ്പോ നിങ്ങൾ അവരെ അറസ്റ്റ് ചെയ്തു. ആ പെൺകുട്ടിയെ കരുതത്തടങ്കിൽ വെച്ചു. കരിങ്കൊടി പ്രകടനം നടത്തുന്നതിനെതിരായി എന്ന വ്യാജ പ്രചരണം ഉണ്ടാക്കി നിങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകന്മാരെ കരുതൽ തടങ്കലെടുത്തപ്പോഴാണ് കല്യാശ്ശേരിയിൽ നിന്നാണ് ഞങ്ങളുടെ പ്രതിഷേധം ആരംഭിച്ചത്. ആ കല്യാശ്ശേരിയിൽ നിന്ന് ഞങ്ങൾ കരിങ്കൊടി കാണിക്കാൻ തുടങ്ങി. സ്റ്റേഷൻ കവാടത്തിൽ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന സ്റ്റേഷൻ ഉപരോധത്തിൽ എടക്കര മണ്ഡലം പ്രസിഡന്റ് RK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോപ്പേൽ ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവലി ടീച്ചർ, എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് OT ജെയിംസ് തുടങ്ങിയവർ പങ്കെടുത്തു. ജനാധിപത്യ സമരങ്ങളെ അടിച്ചമർത്തുന്ന പിണറായി സർക്കാരിന്റെ പോലീസ് DYFI നേർവാഴ്ചയിൽ പ്രതിഷേധിച്ച് അമരമ്പലം കരുളായി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. സ്റ്റേഷൻ കവാടത്തിൽ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന സ്റ്റേഷൻ ഉപരോധം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് കേബിൾ രവി അധ്യക്ഷത വഹിച്ചു. DKDF ജില്ലാ പ്രസിഡന്റ് PG രാജഗോപാലൻ, കരുളായി മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കുമാർ, ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ശിവദാസൻ ഉള്ളാട്ട്, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷീബ പൂഴിക്കുത്ത്, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി VP ആഫീഫ, രാഹുൽ തേൾപ്പാറ, ഷംസീർ കലിങ്ങൽ, VP ബാലസുബ്രഹ്മണ്യൻ, നിഷീദ് പൊട്ടേങ്ങൽ എന്നിവർ സംസാരിച്ചു. സലാം മുണ്ടോടൻ, KM സുബൈർ, അബ്ദുൽ ലത്തീഫ് പുഞ്ച, അയ്യപ്പൻ പരിയാനി, സലാം ചിന്നക്കൽ, EK ഹംസ, KT രതീഷ്, ജോബിൻ തേൾപ്പാറ, അമീർ വള്ളിക്കാടൻ, സമീർ ഖാസിം, രഗന ഗോപി, C സുജാത, ബേബി വിനോദിനി, ശോഭന P, അജിഷ ചുടിയോട് എന്നിവർ നേതൃത്വം നൽകി. ബൈക്ക് മോഷ്ടിച്ചയാളെ മോഷണം നടന്ന് ദിവസങ്ങൾക്കുള്ളിൽ പോലീസ് പിടികൂടി കോടതിയിൽ ഹാജരാക്കി. തിരൂർ NSS സ്കൂളിന് സമീപം പണ്ടാരത്തൊടി അബ്ദുൾ അസീസിന്റെ മകൻ മുഹമ്മദ് ഷർബിനെയാണ് എടക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്.
ചുങ്കത്തറ പുളിമുണ്ടയിൽ നിന്നും രാത്രി സമയത്താണ് പ്രതി വാഹനം മോഷ്ടിച്ചത്. പരാതിക്കാരൻ രാവിലെ വീടുമുറ്റത്ത് വാഹനം കാണാത്തതിനാൽ എടക്കര പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് പോലീസ് ചുങ്കത്തറയിലും പരിസര പ്രദേശങ്ങളിലും അന്വേഷിച്ചതിൽ വാഹനം നിലമ്പൂർ ഭാഗത്തേക്ക് പോയതായി കണ്ടെത്തി. തുടർന്ന് പോലീസ് ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും വിവരം അറിയിച്ചതിൽ ഈ വാഹനം തിരൂർ ഭാഗത്തുള്ളതായി പോലീസിന് വിവരം ലഭിച്ചു. എടക്കര പോലീസ് ഇൻസ്പെക്ടർ NB ഷൈജുവിന്റെ നിർദ്ദേശപ്രകാരം എടക്കര പോലീസ് തിരൂരിൽ പോയി തിരൂർ നഗരത്തിലെ CCTV പരിശോധിച്ചതിൽ പ്രതി വാഹനം ഓടിച്ചു പോകുന്നതായി കാണുകയും പ്രതിയെ തിരിച്ചറിഞ്ഞ് പ്രതിയെ പോലീസ് പിടികൂടുകയുമായിരുന്നു. ശേഷം ഇയാളെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് വാഹനം തിരൂരിൽ നിന്നും കണ്ടെടുത്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതിക്ക് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലും കുന്നംകുളം പോലീസ് സ്റ്റേഷനിലും ബൈക്ക് മോഷണ കേസുകളുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. സംഘത്തിൽ SCPO മുജീബ് CA, മുഹമ്മദ് ആഷിഖ്, സാബിർ അലി, CPOമാരായ ഷഫീഖ്, ഷാഫി മരുത, കമറുദ്ദീൻ എന്നിവരും ഉണ്ടായിരുന്നു. വഴിക്കടവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഴിമതിയിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് ഓഫീസിലേക്ക് CPIM വഴിക്കടവ് മരുത ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് നടത്തി. പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമില്ലാതെ 2,81,00,000 വർക്ക് ഏജൻസിക്ക് നൽകുവാനുള്ള നീക്കത്തിൽ വൈസ് പ്രസിഡന്റ് വൻ അഴിമതിയാണ് നടത്തിയത്. CPIM ഏരിയ സെക്രട്ടറി T. രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മരുത ലോക്കൽ സെക്രട്ടറി KT വർഗീസ് അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം PC നാഗൻ, PT ഉഷ എന്നിവർ സംസാരിച്ചു. വഴിക്കടവ് ലോക്കൽ സെക്രട്ടറി MT അലി സ്വാഗതവും PK അബ്ദുൽ കരീം നന്ദിയും പറഞ്ഞു. മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ആര്യാടൻ മുഹമ്മദിനെ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം കൗൺസിൽ യോഗത്തിൽ അധിക്ഷേപിച്ചുവെന്നാരോപിച്ച് നഗരസഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് കൗൺസിലർമാരും രംഗത്ത്. അധിക്ഷേപം തുടർന്നാൽ ശക്തമായി നേരിടുമെന്ന് മുന്നറിയിപ്പ്. കൗൺസിൽ യോഗം നടന്നാലും പ്രിയപ്പെട്ട ഞങ്ങളുടെ നേതാവ് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു, 1 വർഷം കഴിഞ്ഞു. ഈ മലയോര മേഖലയിൽ പ്രത്യേകിച്ചും മലബാറിൽ കേരളത്തിൽ എല്ലാവരും രാഷ്ട്രീയത്തിന് അതീതമായി ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ആര്യാടൻ മുഹമ്മദ്. ആര്യാടൻ മുഹമ്മദിനെ പരസ്യമായി അധിക്ഷേപിക്കുക, നിങ്ങൾ പത്രമാധ്യമ സുഹൃത്തുക്കളെ കേട്ടിട്ടുണ്ട്. ആര്യാടൻ മുഹമ്മദിനെ പരസ്യമായി ആക്ഷേപിക്കുക, മരണപ്പെട്ടു പോയിട്ട് പോലും ആര്യാടൻ മുഹമ്മദിനെ വിടാതെ പിന്തുടരുകയാണ്. അതുകൊണ്ട് ഇത് ശക്തമായ ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ആരുടെ ഭാഗത്തു നിന്നും നഗരസഭാ ചെയർമാനാണ് തുടർച്ചയായി ആര്യാടൻ മുഹമ്മദിനെ അപമാനിക്കുന്ന രീതിയിൽ കൗൺസിൽ യോഗത്തിൽ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉയർത്തുന്നത്. ഇനി ഇത്തരത്തിലുള്ള ആര്യാടൻ മുഹമ്മദിനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള വാക്കുകൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിനെല്ലാ നിലയിലും നേരിടാൻ കോൺഗ്രസ് പ്രവർത്തകർ മുന്നിട്ടിറങ്ങും. കോൺഗ്രസ് അംഗങ്ങൾ ഇതിന് മുമ്പിലുണ്ടാകും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു കാരണവശാലും ഈ കാര്യം അംഗീകരിക്കുന്ന പ്രശ്നമില്ല. കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരവും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഏവരാലും ആദരിക്കപ്പെടുന്ന പ്രിയ നേതാവിനെ മരണശേഷവും കൗൺസിൽ യോഗത്തിൽ അധിക്ഷേപിക്കുകയാണ്. ഇനി അധിക്ഷേപിച്ചാൽ ശക്തമായി കോൺഗ്രസ് നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് പറഞ്ഞു. നഗരസഭയുടെ വീഴ്ചകളും അഴിമതിയും പ്രതിപക്ഷം കൗൺസിൽ യോഗത്തിൽ ഉയർത്തിയാൽ മറുപടി പറയുവാൻ കഴിയാത്ത ചെയർമാൻ സഭയിൽ ഇല്ലാത്ത മരണപ്പെട്ട ആര്യാടൻ മുഹമ്മദിനെ പേര് പറഞ്ഞ് അവഹേളിക്കുകയാണ്. ഉത്തരം മുട്ടുമ്പോൾ രക്ഷപ്പെടുവാനും പ്രതിപക്ഷത്തെ പ്രകോപിപ്പിക്കുവാനും ആര്യാടനെ വലിച്ചിഴയ്ക്കുന്നത് തുടരുവാൻ ഇനി സമ്മതിക്കില്ല. CPIMന്റെ പല പ്രമുഖ നേതാക്കളും മരണപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളാരും അവരെ പേര് പറഞ്ഞ് അധിക്ഷേപിക്കുവാൻ തയ്യാറായിട്ടില്ല. നഗരസഭാ ചെയർമാന്റെ വിവേകമില്ലാത്ത ഈ നിലപാട് തിരുത്തുവാൻ CPIM നേതൃത്വം ഇടപെടണം. ആര്യാടൻ മുഹമ്മദിനെ കൗൺസിൽ യോഗത്തിൽ അധിക്ഷേപിക്കുന്ന ഈ നില തുടർന്നാൽ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കേണ്ടി വരുമെന്നും പാലോളി മെഹബൂബും കൗൺസിലർമാരും താക്കീത് നൽകി. നിലമ്പൂർ നഗരസഭാ ബോർഡ് യോഗത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തൽസ്ഥാനത്തു നിന്നു നീക്കണമെന്നാവശ്യപ്പെട്ട് ഭരണകക്ഷിയായ LDF പ്രമേയം അവതരിപ്പിച്ചു. എതിർപ്പുമായി UDFും BJPയും. കോൺഗ്രസ് BJP എതിർപ്പിനിടയിൽ പ്രമേയം പാസാക്കി. നിലമ്പൂർ നഗരസഭ ബോർഡ് യോഗത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തൽസ്ഥാനത്ത് നിന്നും നീക്കണമെന്നാവശ്യപ്പെട്ട് ഭരണകക്ഷിയായ LDF പ്രമേയം അവതരിപ്പിച്ചു. എതിർപ്പുമായി UDFും BJPയും. കോൺഗ്രസ് BJP എതിർപ്പിനിടയിൽ പ്രമേയം പാസാക്കി. CPI ജില്ലാ കമ്മിറ്റി അംഗവും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ PM ബഷീറാണ് ഗവർണറെ തൽസ്ഥാനത്ത് നിന്നും നീക്കണം എന്നാവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചത്. ചെയർമാൻ, വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ LDF അംഗങ്ങൾ പ്രമേയത്തെ പിന്താങ്ങി. കേരളത്തിലെ നിലവിലെ പ്രശ്നങ്ങൾക്ക് മുഖ്യമന്ത്രിയും ഗവർണറും ഒരുപോലെ പങ്കാളിയാണെന്നും ഗവർണറെ മാത്രം തൽസ്ഥാനത്ത് നിന്ന് നീക്കുന്നതിൽ കാര്യമില്ലെന്നും മുഖ്യമന്ത്രിയെ
നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം കൊണ്ടുവരണമെന്ന് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയായ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബും UDF അംഗങ്ങളും ആവശ്യപ്പെട്ടു. ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് കളിക്കുന്ന രാഷ്ട്രീയ നാടകമാണ് നിലവിൽ കാണുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും ജനാധിപത്യ വിരുദ്ധ നിലപാടിൽ കോൺഗ്രസിനും UDFനും കടുത്ത പ്രതിഷേധമുണ്ട്. ഗവർണറുടെ പല നിലപാടുകളോടും ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെതിരെ നിയമസഭ പാസ്സാക്കിയിട്ടുള്ള പ്രമേയങ്ങൾ അല്ലെങ്കിൽ ബില്ലുകൾ ഒപ്പിടാതെ വെക്കുന്ന ഗവർണറുടെ നടപടി ഒരു കാര്യത്താലും അംഗീകരിക്കാൻ കഴിയില്ല. തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനാണ് മേൽക്കോയ്മ. ആ മേൽക്കോയ്മയെ ഇല്ലാതാക്കാൻ ഇവിടെ ഈ പറയുന്ന ഗവർണർക്ക് അധികാരമല്ല. പക്ഷേ ഗവർണറും മുഖ്യമന്ത്രിയും ഒരുപോലെ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് പ്രമേയം കൊണ്ടുവരുമ്പോൾ പ്രമേയ അവതാരകനും പിന്താങ്ങുന്ന ആളുകളും ഇവിടെ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കെതിരെ കൂടി നടപടിയെടുക്കണമെന്നാണ് കോൺഗ്രസ് അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിലമ്പൂർ നഗരസഭയുടെ പ്രമേയത്തെ കാര്യമായി എടുക്കുന്നില്ലെന്ന് BJP അംഗം MK വിജയനാരായണൻ പറഞ്ഞു. കോൺഗ്രസ് BJPക്കൊപ്പമാണെന്ന് LDF, CPM BJPക്കൊപ്പമാണെന്ന് കോൺഗ്രസും പറയുമ്പോൾ ഇരുകൂട്ടരും ഇത്രയും BJPയെ സ്നേഹിക്കരുതെന്ന് BJP അംഗം പറഞ്ഞു. ഗവർണർക്കെതിരെയുള്ള പ്രമേയത്തെ കാര്യമായി എടുക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുനിസിപ്പാലിറ്റി കൗൺസിൽ യോഗത്തിൽ ബഷീർ എന്ന് പറയുന്ന വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അവതരിപ്പിച്ചിട്ടുള്ള പ്രമേയം എല്ലാ അർത്ഥത്തിലും നിഷേധിക്കുകയും എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ കേരളം എന്ന നമ്മുടെ സ്റ്റേറ്റിൽ ഇടതുപക്ഷം പറയുന്നു കോൺഗ്രസ് BJPൻ്റെ കൂടെയാണെന്ന്, കോൺഗ്രസ് പറയുന്നു ഇടതുപക്ഷം BJPൻ്റെ കൂടെയാണെന്ന്. ഇവർ രണ്ടു കൂട്ടരും കൂടി ഇങ്ങനെ സ്നേഹിച്ചിട്ട് വലുതാക്കിയാൽ ഇനി ഇവിടെ അധികാരത്തിൽ വരാൻ വലിയ താമസമില്ല എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം രണ്ടു കൂട്ടർക്കും പേടി BJPനെയാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. LDFലെ 22 അംഗങ്ങളും പ്രമേയത്തെ അനുകൂലിച്ചു. പ്രമേയത്തെ അനുകൂലിക്കുവാൻ കഴിയില്ലെന്ന നിലപാട് UDF സ്വീകരിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ കൂടി പ്രമേയം കൊണ്ടുവരികയാണെങ്കിൽ അനുകൂലിക്കാമെന്ന് UDF അറിയിച്ചു. ഗവർണർക്കെതിരെയുള്ള പ്രമേയത്തെ കോൺഗ്രസ് എതിർത്തത് ഖേദകരമാണെന്ന് നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം പറഞ്ഞു. ജനാധിപത്യത്തെയും ഭരണഘടനയെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാട് പ്രതിഷേധാർഹമാണ്. ഇനിയൊരു നിമിഷം പോലും അധികാരത്തിൽ തുടരുവാനുള്ള ധാർമ്മിക അവകാശം ഗവർണർക്കില്ല. ഇതിനാലാണ് നഗരസഭ ബോർഡ് യോഗത്തിൽ ഗവർണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ചതെന്നും ചെയർമാൻ പറഞ്ഞു. പ്രമേയത്തെ അനുകൂലിക്കേണ്ട കോൺഗ്രസ് പ്രമേയത്തെ എതിർത്തത് ഖേദകരമാണെന്നും ചെയർമാൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നമ്മുടെ പൈതൃകവും നമ്മുടെ സാംസ്കാരിക തനിമയും ചോദ്യം ചെയ്ത് നമ്മുടെ ഈ നാട്ടിലെ വിദ്യാർത്ഥിനികളെ ആകെ അപമാനിക്കുന്ന രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ച് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിൻ്റെ മുഖ്യമന്ത്രി തെറി വിളിച്ച് ഈ നാട്ടിലെ ക്രമസമാധാനവും സന്തോഷവും തകർക്കത്തക്ക രീതിയിൽ പെരുമാറുന്ന കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കണം എന്ന പ്രമേയം ഇന്ന് നിലമ്പൂർ നഗരസഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, നമ്മുടെ വിദ്യാർത്ഥിനികളും സാംസ്കാരിക നായകന്മാരും നമ്മുടെ മുമ്പേ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തിയ മഹാരഥന്മാർ ഉഴുതുമറിച്ച് കേരളത്തിൻ്റെ പൈതൃകം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെ ചോദ്യം ചെയ്ത് ഭരണഘടനയെ പോലും വെല്ലുവിളിച്ച് പ്രോട്ടോകോൾ പോലും തെറ്റിച്ച് ഈ കേരളത്തെ അപമാനിക്കുന്ന ഒരു വ്യക്തിയെയാണ് തിരിച്ചു വിളിക്കണമെന്ന് ഒരു ജനാധിപത്യ സർക്കാർ മുനിസിപ്പാലിറ്റി ആവശ്യപ്പെടുന്നു. ആ പ്രമേയം അവതരിപ്പിച്ചതിന് ശേഷം ബഹുമാന്യനായ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, കൗൺസിലർമാരുടെ എല്ലാവരും ഒരുമിച്ച് ഇത് പാസ്സാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ട്. ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ BJP അംഗവും അതുപോലെ തന്നെ കോൺഗ്രസ് അംഗങ്ങളും ഒരേപോലെ ഇതിനെ എതിർക്കുകയാണ്. വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PM ബഷീർ, കക്കാടൻ റഹീം എന്നിവരും UDF നിലപാടിൽ പ്രതിഷേധം അറിയിച്ചു. ആദിവാസികളെ വംശീയമായി ഇല്ലായ്മ ചെയ്യാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുവെന്ന് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി സംസ്ഥാന പ്രസിഡന്റും
ആദിവാസി ഗോത്രസഭ സംസ്ഥാന പ്രസിഡന്റുമായ CK ജാനു. നിലമ്പൂരിൽ ആദിവാസി കൂട്ടായ്മ ഭൂസമരം നായിക ബിന്ദു വൈലാശ്ശേരി ITDP ഓഫീസിനു മുന്നിൽ നടത്തിവരുന്ന സമരപന്തൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. സുപ്രീം കോടതി ഉത്തരവുണ്ടായിട്ടും നട്ടലുള്ള വകുപ്പ് മന്ത്രിയും സർക്കാരും ഇല്ലാത്തതുകൊണ്ടാണ് ആദിവാസികൾക്ക് അർഹതപ്പെട്ട ഭൂമിക്കായി സമരം ചെയ്യേണ്ടി വന്നതെന്നും CK ജാനു പറഞ്ഞു. ഇവർക്ക് ജീവിക്കാൻ ഭൂമി ഇല്ലാതാകുമ്പോൾ സമരം ചെയ്തല്ലേ പറ്റൂ, വേറെ മാർഗമൊന്നുമില്ലല്ലോ. ഇപ്പൊ നമ്മൾ ഇവരുടെ വലിയ വലിയ ഫ്ലാറ്റുകൾ വേണമെന്നോ ഇവരൊക്കെ കോടികൾ സമ്പാദിച്ച് കൊള്ളയടിച്ചുണ്ടാക്കി വെച്ച സംവിധാനം ഞങ്ങൾക്ക് വേണമെന്നൊന്നും ചോദിക്കുന്നില്ലല്ലോ. ഒരാളുടെ പിടിച്ചു പറിക്കാനോ കക്കാനോ കൊള്ളയടിച്ചെടുക്കാനോ ഒന്നും ഞങ്ങൾ ശ്രമിക്കുന്നില്ലല്ലോ. ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഭൂമി അത് മനുഷ്യന്റെ മൗലിക അവകാശത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഞങ്ങൾക്ക് വേണം, അത്രയല്ലേ ഞങ്ങൾ പറയുന്നുള്ളൂ. അത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ലേ? അത് ഇത്ര ദിവസം നീട്ടുന്നത് തന്നെ കേരളത്തിന് അപമാനമല്ലേ? ആ ഭൂമി എന്ന് പറയുന്നത് ഇവിടുത്തെ ഏതെങ്കിലും ഭരണാധികാരികളുടെയോ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റെ ഔദാര്യമല്ല, അത് മനുഷ്യന്റെ മൗലിക അവകാശം. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അധികാരത്തിൽ ഓരോ സമയത്ത് ആളുകൾ വരുന്നത്, അത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കാനും ചെയ്യാനും വേണ്ടി. അല്ലെങ്കിൽ നമുക്ക് ഈ ഭരണ സംവിധാനത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ശരി, അപ്പോൾ ഇങ്ങനെ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് നമ്മളെപ്പോലെയുള്ള ആളുകൾ ഇവരെയൊക്കെ അധികാരത്തിൻ്റെ ഭാഗത്തിലേക്ക് പറഞ്ഞു വിടുന്നത്. അപ്പോൾ അവിടെ പോയി കഴിയുമ്പോൾ നേരെ തിരിച്ച് നിലപാടെടുക്കുന്ന ഒരു സമീപനമാണെങ്കിൽ താമസിയാതെ ആളുകളും തിരിച്ച് നിലപാടെടുക്കുന്ന ഒരു സമീപനത്തിലേക്ക് വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഒരു അത്തരവസ്ഥയിലേക്ക് ആളുകളെ വരുത്താതെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ഇതിനൊരു ശാശ്വത പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാവണം. ഇപ്പോൾ 225 ദിവസത്തോളം ആദിവാസികൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് റോട്ടിൽ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ മന്ത്രിക്കൊക്കെ രാജിവെച്ച് പുറത്തു പോയിക്കൂടെ? എന്ത് ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ് ഇത്? ഇത്ര നിസ്സാരമായിട്ടുള്ള കാര്യം പോലും ഏറ്റെടുക്കാൻ പറ്റില്ലെങ്കിൽ ഇവരൊക്കെ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇവിടുത്തെ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾ പ്രാപ്തരല്ല, ഞങ്ങൾക്ക് അതിൻ്റെ കഴിവില്ല, അതുകൊണ്ട് ഞങ്ങൾ പോകുന്നു എന്ന് പറയുന്ന അതിനൊരു അന്തസ്സുണ്ടല്ലോ ശരിക്കും. അതുപോലും പാലിക്കാത്ത രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നത് അത് ശരിക്കും എന്താ മാടമ്പി ദാറ്റിയ മനോഭാവത്തിൽ നിന്ന് വരുന്നതല്ലേ ഇത്? ആദിവാസികളെ എന്ത് ചെയ്താലും ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ള ആ ഒരു മനോഭാവം ഉണ്ടാവരുത്. ആദിവാസികളെ വിറ്റ കാശ് ഇവർക്കൊക്കെ വേണം. ആദിവാസികൾക്ക് ജീവിത നിലനിൽപ്പിനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇവിടെ നിലവിലുള്ള സാഹചര്യത്തിന് പ്രയോജനപ്പെടുത്തി ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് അതൊരു ഇരട്ടത്തപ്പ മാടമ്പിത്ത നയമല്ലേ ശരി? അപ്പോൾ ഈ നയം അങ്ങനെ വെച്ച് പുലർത്താൻ പറ്റുന്നതല്ല. ഈ നയത്തിനെതിരെ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം കേരളത്തിൽ വരുന്ന ആളുകളിൽ ഉണ്ടാവും. അതുകൊണ്ട് ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഇടപെട്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് എനിക്കൊക്കെ ശരിക്കും പറയാനുള്ളത്. ആദിവാസികളോടുള്ള മനോഭാവത്തിൽ സംസ്ഥാന സർക്കാർ മാറ്റം വരുത്തണം. ആദിവാസി സമൂഹത്തെ എന്നും പിന്നോക്കാവസ്ഥയിൽ തന്നെ നിലനിർത്തണമെന്ന നിലപാട് ഭൂഷണമല്ലെന്നും അവർ പറഞ്ഞു. തങ്ങൾക്ക് അവകാശപ്പെട്ട മണ്ണിനായി ആദിവാസി സമൂഹം കഴിഞ്ഞ 225 ദിവസമായി സമരം നടത്തുന്ന കാഴ്ച ജനാധിപത്യ കേരളത്തിന്റെ ജീർണതയാണ് കാണിക്കുന്നതെന്നും അവർ പറഞ്ഞു. സമരം ചെയ്യുന്ന ആദിവാസികളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയ PV അൻവർ MLAക്കുള്ള മറുപടി വൈകാതെ ഉണ്ടാകുമെന്നും അവർ പറഞ്ഞു. MLAയെ പോലെ ഭൂമി കയ്യേറിയവരല്ല സമരം ചെയ്യുന്ന ആദിവാസി സമൂഹമെന്ന് ഓർക്കുന്നത് നല്ലതാണെന്നും അവർ പറഞ്ഞു. നിലമ്പൂരിലെ ഭൂസമരത്തിനൊപ്പം ഉണ്ടെന്നും ഏത് തരത്തിലുള്ള പിന്തുണയാണ് നൽകേണ്ടതെന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും CK ജാനു പറഞ്ഞു. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് 100 മണിക്കൂർ ഉപവാസം നടത്തുന്ന പുരോഗമന യുവജന പ്രസ്ഥാനം സംസ്ഥാന സമിതി അംഗം ഷനീർ ഏരിക്കുന്നനുമായും സമരനായിക ബിന്ദു വൈലാശ്ശേരിയുമായും അവർ സമരകാര്യങ്ങൾ ചർച്ച ചെയ്തു. 100 മണിക്കൂർ നിരാഹാര സമരവുമായി പുരോഗമന യുവജന പ്രസ്ഥാന സംസ്ഥാന സമിതി അംഗം ഷനീർ ഏരിക്കുന്നൻ. നിലമ്പൂർ ITDP ഓഫീസിനു മുന്നിൽ സമരം തുടരുന്ന ആദിവാസി ഭൂസമര കൂട്ടായ്മയ്ക്ക് ഐക്യദാർഢ്യവുമായാണ് നിരാഹാര സമരത്തിന് തുടക്കമായത്. 75 നിയമം മുതൽ ഇന്ദിരാഗാന്ധി മുന്നോട്ട് വെച്ച നിയമം മുതൽ അവിടെ നിന്നങ്ങോട്ട് ഇവരെ സാങ്കേതികമായി തകർക്കുക, ഇത്തരം നിയമ കുരുക്കുകൾക്കകത്ത് നിർത്തിക്കൊണ്ട് ഈ ഭൂരഹിതരുടെ പ്രശ്നങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് ഇത്രയും കാലം ഈ സർക്കാരുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നും ഇവിടെ മാത്രമല്ല ഇടുക്കിയിലും വയനാട്ടിലെ ശബരിമലയിലും അതുപോലെ തന്നെ മരിയനാടും ഒക്കെയുള്ള ആദിവാസികൾ നിരന്തരമായ ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് സമരമിരിക്കുന്നത്. അപ്പോൾ
ഇപ്പോൾ കഴിഞ്ഞ ദിവസം MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ വളരെ തെറ്റിദ്ധാരണ ജനകമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഭൂപരിഷ്കരണത്തിന്റെയും ഭൂവിതരണത്തിന്റെയും അഹങ്കാരം പറയുന്ന കേരളത്തിൽ തന്നെയാണ് ഭൂമിക്ക് വേണ്ടി ആദിവാസികൾ ഇത്രയും കാലമായി സമരം ചെയ്യുന്നത്. ആദിവാസികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് സമരം അവസാനിപ്പിക്കുവാൻ സർക്കാർ മുൻകൈയെടുക്കണം. സർക്കാർ തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും പലതരത്തിലുള്ള കണക്കുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിലെ തെറ്റിദ്ധാരണാജനകമായ പ്രചരണം അവസാനിപ്പിക്കുവാൻ ആദിവാസി മേഖലയിലെ ഭൂരഹിതരുടെ എണ്ണവും ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തുണ്ടായ മുഴുവൻ ഇടപെടലുകളെക്കുറിച്ച് സമ്പൂർണമായ ധവളപത്രം പുറത്തിറക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നും ഷനീർ ഏരിക്കുന്നൻ ആവശ്യപ്പെട്ടു. സമരസമിതി പ്രസിഡന്റ് ടി സദാനന്ദൻ ഹാരാർപ്പണം നടത്തി. സമര നേതാവ് ബിന്ദു വൈലാശ്ശേരി, ഗിരിദാസ് PC, വിജയൻ ഇടിവെണ്ണ, പുരോഗമന യുവജന പ്രസ്ഥാനം നേതാക്കളായ നഹാസ് CP, ബ്രിജേഷ് ഏരിയാട് തുടങ്ങിയവർ സംസാരിച്ചു. കരുളായി താഴെപ്പാലങ്കര, ഒഴലക്കൽ ഭാഗങ്ങളിൽ ആനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. 18-ന് രാത്രിയാണ് സംഭവം. 10 ആനകളുള്ള കൂട്ടമാണ് നാശമുണ്ടാക്കിയത്. ലഞ്ചു മാത്യു ഓവനാലി, സണ്ണി പറപ്പാട്ട്, റോയ് പറപ്പാട്ട്, ലീലാമ്മ തെക്കേമണ്ണിൽ, മോൻസി പണ്ടാകാശാലയിൽ, സജി ചിരട്ടോലി, വർഗീസ് പണ്ടകശാലയിൽ എന്നിവരുടെ കായ്ഫലമുള്ള കമുക്, വാഴ, തെങ്ങ്, തീറ്റപ്പുല്ല് തുടങ്ങിയവ നശിപ്പിച്ചു. കരുളായി റേഞ്ചിൽ നെടുങ്കയം വനത്തിൽ നിന്നും കരിമ്പുഴയുടെ കല്ലൈൻതോട് പാലത്തിന്റെ അടിയിലൂടെയാണ് കൃഷിയിടങ്ങളിൽ ആന എത്തുന്നത്. ഒരാഴ്ചയായി പ്രദേശത്ത് ആനശല്യമുണ്ട്. പാലത്തിൽ കാവൽ നിന്ന നാട്ടുകാർ ആനക്കൂട്ടത്തിന്റെ വരവ് കണ്ട് വനംവകുപ്പിനെ വിവരം അറിയിച്ചു. നിലമ്പൂരിൽ നിന്നും RRT എത്തി കാട്ടിലേക്ക് തുരത്തി. പിന്നീട് അർദ്ധരാത്രിയോടെ ആനകൾ തിരിച്ചെത്തി നാശം വിതച്ചു. കഴിഞ്ഞ വർഷം ഇതേപോലെ കൂട്ടമായി എത്തി വിളകൾ നശിപ്പിച്ചിരുന്നു. തുടർന്ന് വനം വകുപ്പ് പാലത്തിൽ വാച്ചർമാരെ രാത്രിക്കാവലിൽ നിർത്തിയാണ് പ്രതിരോധിച്ചത്. ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് വാച്ചർമാരെ പിരിച്ചുവിട്ടതോടെ വീണ്ടും ശല്യം തുടങ്ങി. വാച്ചർമാരെ പുനർനിയമിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. പാലത്തിനടിയിൽ പുഴയ്ക്ക് കുറുകെയായി സൗരോർജ്ജ വൈദ്യുത തൂക്കുവേലി നിർമ്മിക്കാമെന്ന് വനം വകുപ്പ് ഉറപ്പു നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. പൂക്കോട്ടുംപാടം, തേൾപ്പാറ, TK കോളനി പ്രദേശങ്ങളിൽ കരടി ശല്യത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് ജനകീയ സമിതി. തുടർ നടപടിക്ക് 9 അംഗ കമ്മിറ്റി രൂപവൽക്കരിച്ചു. പഞ്ചായത്ത് അംഗം VK ബാലസുബ്രഹ്മണ്യൻ, ഫാദർ ഷിജു ഐക്കരക്കാനായിൽ, ജോസ് കാട്ടുകൾ എന്നിവർ സംസാരിച്ചു. ഒരാഴ്ചയായി ജനവാസ മേഖലയിലെത്തുന്ന കരടി പുരയിടങ്ങളിലും മറ്റും സ്ഥാപിച്ച തേനീച്ചപ്പെട്ടികൾ നശിപ്പിക്കുകയാണ്. കർഷകർ, ടാപ്പിംഗ് തൊഴിലാളികൾ എന്നിവർ കരടി ഭീഷണി മൂലം പുലർച്ചെ ജോലിക്കിറങ്ങുന്നില്ല. വീടുകളിൽ നിന്നും രാത്രി പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. പ്രദേശത്ത് വനപാലകർ രാത്രി പട്രോളിംഗ് ശക്തമാക്കി. ഓളർവട്ടത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചു. നിലമ്പൂർ യത്തീംഖാന അലുമിനി സംഗമം 23-ന് നടക്കും. മൈലാടി അമൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സംഗമത്തിന്റെ ഭാഗമായുള്ള പരിപാടികൾ നടത്തുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അലുമിനി അസോസിയേഷന്റെ 5ാമത് കുടുംബ സംഗമം ഡിസംബർ 23-ന് മർഹൂം നാലക്കത്ത് മീരാൻ ഹജ്ജ് നഗർ മൈലാടി വെച്ച് നടത്തിയാണ്. ഈ സ്ഥാപനത്തിന്റെ പിന്നാമ്പുറ കഥകൾ എന്ന് പറയുമ്പോൾ 1969 നിലമ്പൂരും ചാലിയാറിലും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ പിടിപെട്ട മാറാരോഗങ്ങളും പട്ടിണി മൂലം ബുദ്ധിമുട്ടിലായ കുടുംബങ്ങളുടെ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി മർഹൂം നാലക്കത്ത് വീരാൻ ഹാജിയും ഡോക്ടർ ഉസ്മാൻ സാഹിബും നേതൃത്വം കൊടുത്തുകൊണ്ട് മൈലാടി ജുമാഅത്ത് പള്ളിക്ക് സമീപം 11 കുട്ടികളുമായി ബോയ്സ് വിങ് ആരംഭിച്ചു. അതിനുശേഷം 1977 12 കുട്ടികളുമായി എരഞ്ഞിമങ്ങാട്ടില് ഗേൾസ് വിങ്ങും ആരംഭിച്ചു. ഈ സ്ഥാപനത്തിൽ നിന്നും പഠിച്ചിറങ്ങിയ പല വിദ്യാർത്ഥികളും ഇന്ന് ഗവൺമെന്റ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഉന്നത സ്ഥാനങ്ങളിൽ സേവനം അനുഷ്ഠിച്ചു വരികയാണ്. ശനിയാഴ്ച 9 മുതൽ വൈകിട്ട് 4 വരെയാണ് പരിപാടികൾ നടത്തുന്നത്. നിലമ്പൂർ മുസ്ലിം ഓർഫനേജ് കമ്മിറ്റി മുഖ്യ രക്ഷാധികാരി PV അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം ചെയ്യും. ഫാമിലി കൗൺസിലർ പ്രൊഫസർ സയ്യിദ് അബ്ദുൽ ഖൈർ കൺകുളിർക്കെ കുടുംബം എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കും. യത്തീംഖാന പ്രഥമ ബാച്ചിലെ വിദ്യാർത്ഥികളെ ആദരിക്കൽ, പ്രഭാഷണം, ഗാനവിരുന്ന് എന്നിവയും സംഘടിപ്പിക്കുന്നുണ്ട്. നിലമ്പൂർ യത്തീംഖാന അലുമിനി അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 5ാമത് സംഗമമാണ് ശനിയാഴ്ച നടത്തുന്നത്. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അസോസിയേഷൻ നേതൃത്വം നൽകി വരുന്നുണ്ട്. സാധാരണ ഇപ്പോഴൊക്കെ സംഗമങ്ങളുടെ ഓടി സ്റ്റുഡൻസ് ആയാലും കുടുംബാംഗങ്ങളായാലും സംഗമങ്ങളുടെ ഒരു ട്രെൻഡാണ്. ഈ സംഘടനയ്ക്ക് ഏകദേശം സംഗമങ്ങൾ സംഘടിപ്പിക്കുക എന്നതിലുപരി
സ്ഥാപനത്തിലെ കുട്ടികളുടെയും അതുപോലെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെയും സാമൂഹികപരമായ കാര്യങ്ങളിലും അതുപോലെ ജീവകാരുണ്യ മേഖലയിലും ശ്രദ്ധ കൊടുക്കുകയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. സ്ഥാപനത്തിലെ പഠിച്ചിറങ്ങിയ കുട്ടികളും ഇപ്പോഴും താഴെത്തട്ടിലുള്ള ആളുകളാണ്. അവരെയും സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളുടെയും ഉന്നത നിലവാരത്തിലേക്ക് കൊണ്ടുവരിക എന്നതും ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യങ്ങളാണ്. വാർത്താ സമ്മേളനത്തിൽ അബ്ദുൾ റഷീദ് ടി, ജംഷാദ് ബാബു വണ്ടൂർ, ഷൗക്കത്ത് അലി നിലമ്പൂർ, ബുബക്കർ ഓമശ്ശേരി, എ അബ്ദുൽ ഹമീദ്, കെ അബ്ദുൽ ഗഫൂർ എന്നിവർ പങ്കെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.